പിന്നെ അതെന്തായാലും പറയണം കേട്ടോ. പറയാതെ കൂടിയരുത്. ഇങ്ങനെ വിട്ടാ പറ്റൂല, എന്തായാലും പറയണം. ഇന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നു. അത് മതിയില്ലേ? ഇതെല്ലാം പറഞ്ഞു. നമ്മളെ പള്ളിന്റെ പണി കഴിഞ്ഞു. പള്ളിന്റെ പണി കഴിഞ്ഞോ? അതല്ല, പള്ളിപ്പണി പൂർത്തിയായി. വ്യാഴാഴ്ചയാണ് നമ്മളെ പള്ളിയുടെ ഉദ്ഘാടനം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? അവർ പറഞ്ഞോളി. ഇവിടെ ലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ലൈറ്റ് പിന്നെ ലൈറ്റ് അല്ലാതെ പിന്നെ ഫാനായിട്ട് വരും. നമ്മൾ ഓർഡർ ചെയ്ത ലൈറ്റ് ഒക്കെ അല്ലേ കൊറേ വൈകിട്ടാ വന്നിക്കണെന്ന് അവൻ പറഞ്ഞത്. നമ്മൾ ഈ പള്ളികൾക്ക് വാങ്ങിയ ലൈറ്റുകളൊക്കെ വില കൂടിയ മുന്തിയ ലൈറ്റാണ്. അപ്പൊ കുറച്ച് വൈകൊക്കെ ചെയ്യും. സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ലെങ്കിൽ ഏതായാലും ഡോക്ടറെ പോയി കാണിപ്പിക്കുന്നില്ല. ഇവിടെ പുതിയത് മേടിച്ച മൈക്കൊക്കെ സ്പീക്കറൊന്നും സൗണ്ട് ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. നമ്മളെ ഈ പള്ളിക്കൊക്കെ പുതിയതായി വരുന്ന കത്തീബ് ഡാബ്സി ഒന്നും അല്ല. ഇത്രയും വലിയ വാട്സിൽ ഇത് വെക്കാനൊന്നും. അതല്ല, സൗണ്ട് ഒന്നും തീരെ വാർസില്ല എന്നാ പറയുന്നത്. 50,000 വാട്സിലായിട്ട് എന്താ കാര്യം? കുത്തുപോകുമ്പോൾ വർത്താനം പറയലല്ലേ? അതിനിവിടെ ഏറമാന്റെ ഗാനമേളം എന്നല്ല നടക്കണേ. 50,000 വാട്സിൽ സൗണ്ട് വെക്കാൻ. ഇവിടെ നിസ്കാരം, കുത്തുബ, ദിക്റൊക്കെ നടക്കും. അതിന് ഈ വാട്സിന് ധാരാളമാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങളെല്ലാരും നാട്ടിലുള്ള ആൾക്കാരല്ലേ? 5 വക്ത് പള്ളിക്കൊക്കെ വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 5 വക്തിനും ജമാഅത്തായി നിസ്കരിക്കാൻ വരുന്നവർ മാത്രം സംസാരിച്ചാൽ മതി. അതെങ്ങനെ ഹക്കീമേ? ഞാനിടക്ക് സുബൈ കുടീന്ന് നിസ്കരിച്ചത്. മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്.